നമസ്കാരം. പത്തരമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാഗേന്ദ്രൻ ആകെപ്പാടെ പക മൂത്ത് നിൽക്കുകയാണ്. കാരണം മുത്തശ്ശൻ എല്ലാ തരത്തിലും നാഗേന്ദ്രനെ പൂട്ടിയിരിക്കുകയാണ് കേട്ടോ. പകയുള്ള പാമ്പിൻ്റെ തലയ്ക്ക് പത്തിക്ക് തന്നെ അടിച്ചെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. പക്ഷേ അതനുസരിച്ച് നാഗേന്ദ്രൻ്റെ പക കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് അനി അവന്തികയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അനി MD സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത് ആദർശിനെ ആ സ്ഥാനത്തേക്ക് കയറ്റിയത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല നാഗേന്ദ്രന്. അഭിയും ചെന്ന് പറയുന്നുണ്ട്, എനിക്ക് സ്വത്തുക്കളിൽ പകുതിക്ക് അവകാശമുണ്ട്, പക്ഷേ ആ MD സ്ഥാനത്ത് ആദർശ് വന്ന് കയറിയെന്ന് പറയുക. അപ്പം നാഗേന്ദ്രന് നല്ല ദേഷ്യം തന്നെ വരികയാണ് കേട്ടോ. ആ MD സ്ഥാനത്ത് അവൻ ആ MD സ്ഥാനത്ത് ഇരിക്കാനൊന്നും അവകാശമില്ല. എങ്ങനെ അനിയെ തന്നെ എൻ്റെ മോളുടെ കണ്ണ് നിറയാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ അബിയും നാഗേന്ദ്രനുമായിട്ട് പ്ലാൻ ചെയ്യാണ് ആദർശിനെ അപായപ്പെടുത്താനായിട്ട് കേട്ടോ. അതിനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജലജയ്ക്ക് നല്ല ദേഷ്യം തന്നെയാണ് നാഗേന്ദ്രനോട് കേട്ടോ. ജലജ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും കോടീശ്വരനാണെന്ന് പറഞ്ഞാലും നാഗേന്ദ്രനെ അംഗീകരിക്കാൻ ജലജ തയ്യാറല്ല. അത്രയ്ക്ക് എന്തോ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ജലജ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ജലജ ഇങ്ങനെ ഓർത്തെടുക്കുക പഴയ കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് അഭി അങ്ങോട്ട് വരിക. അമ്മേ എന്ന് വിളിക്കുമ്പം ജലജ ഞെട്ടിപ്പോവാണ്. ജലജ ചോദിക്കുന്നുണ്ട്, എന്താടാ? അല്ല അമ്മ എന്താ ആലോചിച്ചിരുന്നേ? അച്ഛനോട് ചെയ്ത ചതി അതെന്താണെന്നായിരിക്കും അല്ലേ അമ്മ ആലോചിച്ചിരുന്നേ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാനെന്ത് ചതി ചെയ്തെന്നാ? ഞാൻ നിൻ്റെ അച്ഛനോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. അയാളാണ് എന്നോടും നിങ്ങളോടും മക്കളോടും ഈ ദ്രോഹമൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പം കോടീശ്വരനായിട്ട് ഞെളിഞ്ഞ് ഇങ്ങോട്ട് വന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആകുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ജലജ അങ്ങനെ പറയുമ്പോൾ അഭി ചോദിക്കുക, അല്ല അച്ഛൻ്റെ മനസ്സിൽ അമ്മയോട് നല്ല പകയുണ്ട്, അമ്മ ചെയ്തതൊന്നും മറക്കാൻ പറ്റില്ല എന്ന് അച്ഛൻ തെരി എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ എന്തോ കാര്യമായിട്ട് അച്ഛനോട് ദ്രോഹം ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ജലജയ്ക്ക് എന്തോ ഒരുക്കെയോ മനസ്സിൽ പഴയ ഓർമ്മകളൊക്കെ വരികയാണ്. ജലജ അത്രയ്ക്ക് മാത്രം എന്തോ നാഗേന്ദ്രനോട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ജലജ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അഭി ചോദിക്കുക, അത്രയ്ക്ക് അച്ഛനെ പൊറുക്കാൻ പറ്റാത്ത എന്ത് തെറ്റാ അമ്മ അച്ഛനോട് ചെയ്തത് എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാനങ്ങേരോട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അയാളോ വിഷത്തിൻ്റെ മുഖമുള്ള മനുഷ്യനാണത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും അഭി ചോദിക്കുകയാണ്, അങ്ങനെയായിരിക്കും എന്ന് പറയുമ്പോൾ ഉടനെ ജലജ ചാടി എണീറ്റിട്ട് ചോദിക്കുക, എന്താടാ നീ അച്ഛൻ്റെ അടുത്ത് പോയോ? നീ അച്ഛന് അത്രയ്ക്ക് പകയാണെന്നൊക്കെ പറയണമെങ്കിൽ നീ അയാളെ പോയി കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ അയാളെ പോയൊന്നും കണ്ടിട്ടില്ല. അയാൾ ഇനി AM ജ്വല്ലറിയുടെ MD അല്ല ആരാണെന്ന് പറഞ്ഞാലും ഞാൻ പോയി കാണുകയില്ല. എന്നോടും എൻ്റെ അനുജത്തിയോടും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല, എത്ര പണം കണ്ടാലും. അപ്പോൾ ഉടനെ ജലജ പറയാം, പിന്നെ നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. നീയാണ് പണം കണ്ടാൽ വീഴത്തില്ലാത്തത്. നീ അയാളുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ ഈ അമ്മയെ ജീവനോടെ കാണുകയല്ല. നിങ്ങൾ രണ്ട് മക്കളെ ഓർത്താണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. അപ്പോൾ അഭി ചോദിക്കുക, അല്ല അമ്മയ്ക്കിപ്പോൾ അച്ഛനോട് ഇത്ര ദേഷ്യം വരണോ? ഒരു കണക്കിന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അച്ഛൻ്റെ ഭാഗത്തേക്ക് മാറുന്നല്ലേ നല്ലത്. ജ്വല്ലറിയും കോടികളുടെ സ്വത്തും അച്ഛൻ്റെ കയ്യിലും ഉണ്ട്, അതും നമുക്ക് കൈയടക്കാവല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീ മിണ്ടാതിരുന്നോണം. ഇനി ഒരിക്കലും അയാളുടെ കാര്യം ഇവിടെ സംസാരിച്ച് പോകരുത്. കോടികളുടെ സ്വത്തല്ല എന്ത് തരാമെന്ന് പറഞ്ഞാലും അയാളുടെ കൂടെ കൂടാൻ ഈ ജലജയെ കിട്ടുകയല്ലെന്ന് പറയാം. അപ്പം പിന്നെ അഭി ചോദിക്കുക, അതെന്താ അമ്മേ അത്രയ്ക്കൊരു ശത്രുത? എത്ര ശത്രുതയാണേലും ഇപ്പം അച്ഛൻ പണമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നില്ലേന്ന് ചോദിക്കുക. പണം ഉണ്ടാക്കിയിട്ട് വന്നാലും എന്താണേലും അയാളെ അംഗീകരിക്കാനേ എനിക്ക് പറ്റില്ല എന്ന് തീർത്ത് പറയാണ് ജലജ. അപ്പോൾ അഭി ഇങ്ങനെ മനസ്സിലാലോചിക്കുക, അല്ല അമ്മ ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കേണ്ടതല്ലോ, എന്തായാലും അച്ഛനുമായിട്ട് ഒത്തുപോകേണ്ടതാണല്ലോ. അച്ഛൻ്റെ കയ്യിൽ ഇത്രയും പണം ഉള്ളപ്പം അമ്മ അച്ഛനെ തള്ളി പറയുന്നതിൽ അത്രയ്ക്ക് വലിയ എന്തോ കാര്യമുണ്ട്. അച്ഛനാണെങ്കിലും അതെന്താണെന്നുള്ള കാര്യം തുറന്ന് പറയുന്നുമില്ല. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുക. അത് കഴിയുമ്പം അവന്തികയുമായിട്ട് അഭി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവന്തിക പറയാണ്, അനി പോട്ടെ, അവനാ MD സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. ആദർശിനെ അവിടെ കയറ്റി അവരോധിക്കുന്ന ചടങ്ങ് നടക്കാൻ പോവാണ്. എന്തായാലും അനിയേട്ടനെ വിവാഹം കഴിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ ഉടനെ അമ്മയും പറയും, ശരിയാ, നീ അവനെ വിട്ട് കളയരുത്. അനന്തപുരിയുടെ പകുതി സ്വത്തോളം അവൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ളപ്പം അത് മുഴുവൻ കൈയടക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അച്ഛൻ്റെ ആവശ്യമാണ്. അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതുകൊണ്ട് അത് തന്നെ നടക്കണം എന്ന് പറയാം. എന്ത് തന്നെ നടക്കണമെന്ന് അനിയേട്ടൻ്റെ മനസ്സിൽ മുഴുവൻ ആ നന്ദുവാ. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം കടിച്ചത് ഞാൻ വരികയാണ്. പിന്നെ എങ്ങനെ നടക്കാന്? അല്ല അഭിയേട്ടൻ അച്ഛനെ കണ്ട് കാര്യം സംസാരിച്ചോ എന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ കണ്ട് സംസാരിച്ചു. അനി MD സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയാണ്, ആദർശ് കയറുവാന്ന് പറഞ്ഞു.
അച്ഛൻ അതിൽ നല്ല ദേഷ്യമുണ്ട്. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പം അച്ഛന് നല്ല ടെൻഷനും ഉണ്ട്. പക്ഷെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ടെന്നും ഈ വിവാഹം തൽക്കാലം നടക്കട്ടെ എന്നും അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള കാര്യം ഞാൻ അച്ഛനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട മോളെ. നീ വിവാഹ നിശ്ചയത്തെക്കുറിച്ചിട്ടൊക്കെ അങ്ങ് ആലോചിക്കുന്ന പറയാം. അങ്ങനെ മുത്തശ്ശൻ ഒരു പൂജയൊക്കെ നടത്തുകയാണ്. ആദർശും നയനയും തിരിച്ചു വന്നതുകൊണ്ട് അനന്തപുരിയിൽ അങ്ങനെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനൊരു പൂജ നടത്തുകയാണ്. നയനമോളും ആദർശമോനും ഇവിടുന്ന് പോയി. ഒരുപാട് കഷ്ടകാലങ്ങൾ ഈ കുടുംബത്തിലുണ്ടായിരുന്നു. ഈ കുടുംബത്തിൽ മറഞ്ഞിരുന്ന് ചതിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വിഷപ്പാമ്പിനെ തന്നെ തല്ലിക്കൊന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കാര്യമൊക്കെ നടന്നു. കുറച്ചധികം ദോഷങ്ങളൊക്കെ ഉണ്ട്. അത് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയാം. അപ്പം ശരി, പിറ്റേ ദിവസം പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്. അപ്പം മുത്തശ്ശൻ നയനമോളോട് പറയുന്നുണ്ട്, നയനമോളെ, നീ തന്നെയായിരിക്കണം പൂജയ്ക്ക് നേതൃത്വം വഹിക്കേണ്ടത്. നീ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നിനക്കും നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനും വേണ്ടിയിട്ടാണ് ഈ പൂജ നടത്തുന്നതെന്നൊക്കെ പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ അവന്തികയ്ക്കും ജലജയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജലജ അപ്പോഴേക്കും മുത്തശ്ശനോട് പറയാം, അതെന്താച്ചാ അങ്ങനെ ഒരു പൂജ? നായന ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. അതിനോടിടെ പല പൂജകളും നായനയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുമുണ്ട്. ഇനിയിപ്പം അവന്തിക മോളുടെ വിവാഹമൊക്കെ അല്ലേ, അതുകൊണ്ട് അവന്തിക മോൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പൂജയോ എന്തെങ്കിലും നടത്താൻ അച്ഛന് തോന്നുന്നില്ലേ എന്ന് ചോദിക്കാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെന്താ ജലജെ അങ്ങനെ പറയുന്നത്? അവന്തിക്ക് മോൾ ഈ വീട്ടിലെ കുട്ടിയല്ലേ, അവൾക്ക് കൂടി വേണ്ടിയല്ലേ പൂജ? അവളുടെ വിവാഹവും നിശ്ചയവും ഒക്കെ ആകുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ ചെയ്യും. ഇതിപ്പം നയന മോളും ആദർശമോനും പുറത്തു പോയിട്ട് വന്നതല്ലേ എന്ന് പറയണം. അങ്ങനെ പൂജയുടെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പം അനിക്കാണ് ഒട്ടും മനസ്സിന് സന്തോഷമില്ലാതെയാണല്ലോ ഇരിക്കുന്നത്. വിവാഹ നിശ്ചയമൊക്കെ അവന്തികയുമായിട്ട് നടത്തിയിരിക്കുക. അപ്പോൾ അവന്തികയോട് അഭി പറഞ്ഞു കൊടുക്കുകയാണ്, എടി നീ ചെന്ന് ആ അനിയെ ഒന്ന് സോപ്പിട്. അവൻ ആകെപ്പാടെ ഇടഞ്ഞു നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും മറ്റവൾ ആ നന്ദു. അതങ്ങ് നടത്തി കൊടുക്കാൻ പാടില്ല. അവനെ വിട്ട് കളയരുത് നീ എന്ന് പറയാം. അപ്പോൾ അവന്തിക അനിയുടെ അടുത്തൊന്ന് സോപ്പിടാൻ വേണ്ടി ചെല്ലുക. അനി റൂമിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് അവന്തിക അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അനിയേട്ട പൂജയുടെ സമയമായല്ലോ, എന്നിട്ടും എന്താ അനിയേട്ടൻ താഴോട്ട് വരാത്തത് എന്ന് ചോദിക്കുക. പനി പറയുന്നുണ്ട്, അതിന് ഞാനെന്തിനാ താഴേക്ക് പോകും വരണം എന്ന്? സമയമാകുമ്പോൾ ഞാൻ എത്തിക്കോളാം, നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറയാണ്. അപ്പോൾ അവന്തിക്ക് പറയാം, അതല്ല അനിയേട്ട, നമുക്ക് ഒരുമിച്ച് ചെല്ലാം. നമ്മുടെ വിവാഹത്തിന് മുമ്പൊക്കെയുള്ള പൂജയല്ലേ. സത്യം പറഞ്ഞാൽ മുത്തച്ഛൻ ഇത് നയനേടത്തേക്കും ആദർശേട്ടനും വേണ്ടി ചെയ്യുന്നതൊക്കെയാണ്. പക്ഷേ അത് നമുക്കുകൂടി വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് അനിയേട്ടൻ എന്നോടൊപ്പം തന്നെ വരണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അനി പറയും, എന്താ അവന്തിക നിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു എൻ്റെ പുറകെ ഇങ്ങനെ നടക്കരുതെന്ന്. നമ്മുടെ വിവാഹ നിശ്ചയവും നടക്കുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല. അങ്ങനെയുള്ളപ്പം നീ ഇതും പറഞ്ഞ് എൻ്റെ പുറകെ നടക്കരുതെന്ന് പറയാം. അപ്പോൾ ഉടനെ അവന്തിക പറയാം, അതെന്താ അനിയേട്ട ഇപ്പം അങ്ങനെ ഒരു സംസാരം? അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. വിവാഹ നിശ്ചയം മുത്തശ്ശൻ തന്നെയല്ലേ ഉറപ്പിച്ചു വെച്ചത്. അപ്പോൾ അനി പറയാം, വിവാഹ നിശ്ചയം മുത്തശ്ശൻ ഉറപ്പിച്ചു വെച്ചെങ്കിലും ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല, അനാമികയെക്കുറിച്ച് നീ ചിന്തിച്ചോ? അനാമികയും ഞാനും തമ്മിലുള്ള വിവാഹത്തിൻ്റെ ഡിവോഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ നിന്നെ എങ്ങനെ വിവാഹം കഴിക്കാനാണെന്ന് എന്ന് പറയാണ്. അപ്പോൾ അവന്തിക്ക് പറയാം, അതൊക്കെ മുത്തശ്ശൻ റെഡിയാക്കും. മുത്തശ്ശനൊന്നും കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, മുത്തശ്ശൻ ഒന്നും കാണാതെ ചെയ്യില്ലായിരിക്കും. പക്ഷേ നീ ഒരു കാര്യം ചിന്തിച്ചോ? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു നമ്മുടെ ജീവിതം ശരിയാകാൻ പോകുന്നില്ലെന്നുള്ള കാര്യം. കാരണം അനാമികയുമായി ജീവിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നീയും ഇപ്പോൾ ഞാൻ MD ആണ് എന്നുള്ള ബലത്തിലൊക്കെയല്ലേ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. ഇപ്പോൾ ആദ്യശേട്ടൻ ആ സ്ഥാനം അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനിപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ MD അല്ല. അങ്ങനെയുള്ളപ്പം നീ പിന്നെ ഇനി എൻ്റെ പുറകെ നടക്കണ്ട. നിനക്ക് എന്നെക്കാളും നല്ല പയ്യന്മാരെ വിവാഹം കഴിക്കാൻ കിട്ടും. പിന്നെ നീ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? ഒന്നാമത് ഞാനൊരു രണ്ടാം കെട്ടുകാരനാ. അവന്തിക അതെങ്കിലും ഒന്ന് ചിന്തിക്കണം എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, മറ്റാരെക്കാളും അനിയേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. രണ്ടാം കെട്ടാണേലും അതിനകത്ത് പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ അനിയേട്ട ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? നമ്മുടെ വിവാഹം നടക്കണമെന്നാണ് ഈ വീട്ടിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ അനിയേട്ടനായിട്ട് ഇതിനൊക്കെ എതിര് പറയാവോ? അതുമല്ല മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ആഗ്രഹമല്ലേ എന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ നടക്കട്ടെ, എൻ്റെ ആഗ്രഹം മാത്രം നടക്കട്ടെ. അങ്ങനെയുള്ളല്ലേ. അവന്തിക്ക് ഒരു കാര്യം ആലോചിക്കണം. അനാമിക വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മുടെ വിവാഹം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അപ്പോൾ ഉടനെ അവന്തികയ്ക്ക് ദേഷ്യം വരും. അവന്തിക പറയുന്നുണ്ട്, അനിയേട്ടൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താ? ആ നന്ദുവിനൊപ്പം ജീവിക്കണം എന്നാണോ? അതായിരിക്കുമല്ലോ. അതുകൊണ്ടല്ലേ അനിയേട്ടൻ ഇപ്പം ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്, അല്ലാതൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അനി പറയാം, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നന്ദു 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 ഞാനും ഇഷ്ടത്തിലാണുള്ള കാര്യം ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങളുടെ വിവാഹം നടത്തി തരാൻ ഇവിടെ ആർക്കും സൗകര്യമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും അഭിമാനം അങ്ങ് തകർന്നു പോകും, നന്ദുവിൻ്റെ വീട്ടുകാരുടെയും ഇവിടെയുള്ളവരുടെയും. അങ്ങനെയുള്ളപ്പം ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയണ്ട. നമ്മുടെ ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ നന്ദുവിനെ എടുത്തിടണ്ട.
നന്ദുവിനെ ഞാൻ വിവാഹം കഴിക്കാനൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിന്നെ വിവാഹം കഴിക്കാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് പിടിച്ച് തള്ളുകയാണ്. പിടിച്ച് തള്ളുമ്പം അവന്തിക വെളിയിലോട്ട് വന്ന് വീഴാം. അപ്പം ഇത് നമ്മുടെ അഭി കാണുകയാണ്. അഭി ഉടനെ വന്നേച്ച് അവന്തിക അങ്ങോട്ട് ആകെപ്പാടെ വിഷമിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അഭി വിളിക്കുന്നുണ്ട്. അവന്തികയെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അവന്തിക അങ്ങോട്ട് ചെല്ലുക. എന്താടി അവൻ നിന്നോട് ദേഷ്യപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവന്തിക പറയാം, ദേഷ്യപ്പെടുക മാത്രമല്ല എന്നെ മുറിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. നല്ല ദേഷ്യത്തിലാണ് അനിയട്ടെ എന്ന് പറയാണ്. അപ്പം അഭി പറയുന്നുണ്ട്, അവന് ദേഷ്യം കാണും. അവൻ്റെ മനസ്സിൽ മുഴുവൻ അവളല്ലേ നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്ന അവൻ്റെ ആഗ്രഹം, ആദർശൻ്റെയും അതുപോലെ നയനയുടെയും ഒക്കെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. പക്ഷേ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ നീയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചുകൊണ്ട് അത് തന്നെയേ നടക്കുള്ളൂ. അവനിപ്പം കിടന്ന് ചാടട്ടെ, നമുക്ക് അവനെ വരച്ച വരയെ നിർത്താം. ഇപ്പം നീ കുറച്ചൊക്കെ അങ്ങ് സഹിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവന്തികയ്ക്ക്. അപ്പോൾ അവന്തിക്ക് പറയാണ്, അച്ഛനോട് ഇക്കാര്യം പറയണം. ഈ വിവാഹം നടന്നിട്ട് പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് അതിൽ ബുദ്ധിമുട്ടാവും. എങ്ങനെയെങ്കിലും അനിയേട്ടനെ അനുനയിപ്പിക്കണം എന്ന് പറയാണ്. അപ്പം ഉടനെ അഭി പറയുന്നുണ്ട്, അതെ നീ ഒരു കാര്യം ചെയ്യേ, ഞാനിപ്പോൾ നിനക്കൊരു ഐഡിയ പറഞ്ഞുതരാം. അവനെ ആളൊരു ലോല ഹൃദയനാ. അതുകൊണ്ട് അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവനങ്ങ് മനസ്സിലാക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, അവനോട് പറയാം. നീ പറയണം അവനോട് ഈ കാര്യത്തെക്കുറിച്ചിട്ട്. നിനക്ക് ഈ വിവാഹം നടക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലാന്നും അനിയേട്ടന് എന്നോട് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് സോൾവ് ചെയ്യാമെന്നും ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം അങ്ങ് നടക്കട്ടെ. അതിനുശേഷം നീ അയർലൻഡിലേക്ക് പോവുകയാണെന്നും ഈ വിവാഹം നടക്കില്ല എന്നൊക്കെ അവനോട് ഉറപ്പ് പറ. അങ്ങനെയാകുമ്പോൾ അവൻ വിവാഹ നിശ്ചയത്തിന് ഇറങ്ങും. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ അനാമിക, അവളെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോമ്പൻസേഷൻ കൊടുത്താൽ അവളങ്ങ് ഒഴിഞ്ഞു പോകും. അത് മുത്തശ്ശനെ കൊണ്ട് തന്നെ നമുക്കങ്ങ് ചെയ്യിക്കാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ശരി ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറയാം. അങ്ങനെ അവന്തിക വിഷമിച്ച് കരഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴേക്കും ജാനകി അവിടെ നിൽക്കുക. അപ്പോൾ ജാനകിയുടെ അടുത്തൂടെ പോകുമ്പോൾ ജാനകി വിളിക്കുക, മോളെ അവന്തികെ, പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി, നീ താഴേക്ക് വാ. അനിയെ കൂടി വിളിച്ചുകൊണ്ട് വരാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ടേ, അതെ ഞാൻ അനിയേട്ടൻ്റെ അടുത്ത് ചെന്ന് വിളിച്ചതാ. പക്ഷേ അനിയേട്ട ഭയങ്കര ദേഷ്യത്തിലാണ്, എന്നോട് ഒരുപാട് ചീത്ത പറഞ്ഞു, മുറി നിറക്കി വിട്ട് വാതിലടയ്ക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഉടനെ ജാനകി, ഓഹോ അവൻ അത്രയ്ക്കായോ? അതെ, അനിയേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണെന്നാ തോന്നുന്നേ ഇളയമ്മേന്ന് പറയാം. അപ്പോൾ ജാനകി ചോദിക്കുക, ഏയ് അങ്ങനെയൊന്നുമില്ലെന്നേ, നന്ദു അവൻ്റെ മനസ്സിലൊന്നുമില്ല, ആ വിവാഹം നടക്കരുതെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. അവൻ മോളോട് മോശമായിട്ട് പെരുമാറിയെങ്കിൽ ഞാനത് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറയാം. എന്നിട്ട് ജാനകി നേരെ വീണ്ടും അനിയുടെ റൂമിൽ ചെന്ന് മുട്ടുക. വാതിലൊക്കെ അടച്ചിട്ടിരിക്കുക. അനി ഡോറ് തുറക്കാൻ. എന്താന്ന് ചോദിക്കുക. അല്ല, താഴെ പൂജ നടക്കുന്ന കാര്യം നീ അറിഞ്ഞില്ലേ? പൂജയ്ക്ക് താഴേക്ക് വരാൻ നിനക്ക് ഉദ്ദേശമൊന്നുമില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അതെ ഞാൻ സമയമാകുമ്പോൾ വന്നോളാം, എന്നെ ഇപ്പം ക്ഷണിക്കാൻ അമ്മ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയാം. അല്ല ഞാനല്ല, അവന്തിക മോൾ ഇങ്ങോട്ട് വന്നില്ലേ? അവൾ വന്ന് നിന്നെ വിളിച്ചിട്ട് നീ എന്താ താഴേക്ക് വരാതിരുന്നത്? നീ എന്തിനാ ആ കുട്ടിയോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനി പറയും, ഓഹോ അവളപ്പം താഴെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞായിരിക്കും. എന്ത് കൊച്ചു കുട്ടിയാണെന്നറിയില്ലേ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാനുള്ള പ്രായമായി അവന്തികയ്ക്ക്. അവൾ വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നവളല്ലേ, അങ്ങനെയുള്ളവൾ അതിൻ്റെ പക്വത കാണിക്കണം എന്ന് അനി പറയാം. അപ്പം ഉടനെ ജാനകി ചോദിക്കും, എന്തു പക്വതയാടാ അവൾ കാണിക്കാത്തത്? അവൾ കാണിക്കാത്ത എന്തു പക്വതയാ? അപ്പോൾ ഉടനെ തന്നെ അനി പറയുന്നുണ്ട്, അല്ല ഞാൻ അവളോട് മര്യാദയ്ക്ക് പറഞ്ഞു, എനിക്ക് അവളെ ഇഷ്ടമില്ലെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും. പിന്നെയും എൻ്റെ പുറകെ കടിച്ചു തൂങ്ങി നടക്കേണ്ട കാര്യമുണ്ടോ? മാന്യമായിട്ട് വേണ്ട എന്ന് വെച്ച് അവൾ മാറണം. അതുകൊണ്ട് എന്താ അവൾ മാറാതിരുന്നത്? അവിടെയാണോ അവൾക്ക് പക്വത? എന്നേക്കാളും നല്ല പുരുഷന്മാരെ അവൾക്ക് ഭർത്താവായിട്ട് കിട്ടും, അത് അവൾക്ക് അറിയുകയും ചെയ്യാം. പിന്നെ അവൾ മനസ്സിൽ മറ്റെന്തൊക്കെയോ വച്ചുകൊണ്ട് പെരുമാറുകയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ ഉടനെ ജാനകി പറയാ, അവളെന്ത് വെക്കാനാ? നിനക്കിപ്പോൾ കമ്പനിയുടെ MD സ്ഥാനം പോലും ഇല്ലല്ലോ, ആദർശനല്ലേ ആ MD സ്ഥാനം കണ്ടിട്ടാ അവൾ നിന്നെ വിവാഹം കഴിക്കാൻ വരുന്നതെന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പം. എന്നിട്ടും ആ കുട്ടി നിന്റെ പുറകെ നടക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. അത് നീ മനസ്സിലാക്കണം. നിന്റെ മനസ്സിലെപ്പോഴും അവളായിരിക്കുമല്ലോ ആ നന്ദു എന്ന് പറയുമ്പം എനിക്ക് വീണ്ടും ദേഷ്യം വരിക. അമ്മേ, നന്ദുവിൻ്റെ കാര്യം ഇവിടെ പറയണ്ട. നന്ദു ഞാനുമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്ന് നിങ്ങളെല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു വെച്ചതല്ലേ. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ അവന്തികയെ വിവാഹം കഴിക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കുമെന്ന് പറയാം. അപ്പോൾ ഉടനെ ജാനകി പറയാം, അതെന്താടാ നീ തീരുമാനിക്കുമെന്ന്? എല്ലാവരും കൂടി അത് തീരുമാനിച്ച കാര്യമാണ്, മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ. അപ്പോഴേക്കും എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് അനി പറയാം, എല്ലാവരും കൂടെ തീരുമാനിച്ചു, അനാമികയെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. അതെങ്ങനെയൊക്കെ ആയി എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അമ്മയും അവസാനം വരെ അനാമികയെ സപ്പോർട്ടായിരുന്നല്ലോ. എന്നിട്ട് അവൾ അവസാനം എന്തായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും വെളിവായതല്ലേ. ഇനിയിപ്പം അടുത്തവളെ വെച്ച് കെട്ടാനായിട്ട് പോവാണ്. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ അവന്തിക അത്ര പാവമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പച്ചിയെക്കാളും ആ നാഗേന്ദ്രയെക്കാളും വലിയ വിഷമാണ് അവള്. അപ്പം ജാനകി പറയാം, നിർത്തടാ,
അവന്തിക മോളൊരു പാവാണ്. ജലജയുടെ സ്വഭാവമോ നാഗേന്ദ്രയുടെ സ്വഭാവമോ അഭിയുടെ സ്വഭാവമോ ഒന്നും ആ കുട്ടിക്കില്ല. അത് മനസ്സിലാക്കിയിട്ടാണല്ലോ അച്ഛനും അമ്മയൊക്കെ ഈ കാര്യങ്ങളിൽ തീരുമാനം എടുത്തത്. നീ ഇനിയിപ്പോൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുകയാണോ? അപ്പോൾ ഉടനെ തന്നെ അനി പറയുന്നുണ്ട്, അല്ല, ഞാൻ കുറ്റപ്പെടുത്തല്ല, അവൾ ആ വിത്തല്ലേ, അവളുടെ അച്ഛനുമായിട്ട് അവൾക്ക് ചില രഹസ്യ ബന്ധങ്ങളുണ്ടോന്നോ, അതുകൊണ്ട് അയാൾ പറഞ്ഞിട്ടാണോ ഈ വിവാഹത്തിന് ഇപ്പം കെട്ടിപ്പുറപ്പെട്ടേന്നോ എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ജാനകി പറയാം, മിണ്ടരുത്, നാഗേന്ദ്രയായിട്ട് അവന്തിക മോക്കൊരു ബന്ധമോ? അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. ആ കുട്ടി വെറും പാവം. ഇനി അതിനെ കുറ്റപ്പെടുത്തിയാൽ നിനക്ക് മഹാപാപം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഇറങ്ങി പോവാം. അപ്പം അനി പിന്നെ അവിടെ നിൽക്കുകയാണ്. അതിനൊക്കെ ശേഷം അവിടെ പൂജയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. പൂജയൊക്കെ നടന്ന് എല്ലാ കാര്യങ്ങളും സെറ്റാവുകയാണ്. അതിനൊക്കെ ശേഷം വീണ്ടും അവന്തിക ചെല്ലുകയാണ് 2 ദിവസം കഴിയുമ്പോൾ അനിയുടെ മുറിയിലേക്ക്. അനി ചോദിക്കുന്നുണ്ട്, വീണ്ടും നീ എന്തിനാ വന്നത്, എന്തിനു വന്നു എന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അത് അനിയേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, അനിയേട്ടൻ്റെ മനസ്സിൽ നന്ദുവാണെന്നുള്ള കാര്യം അറിയാമെന്ന് പറയുമ്പോൾ അനി വീണ്ടും ദേഷ്യപ്പെടുക. അപ്പോൾ പറയുന്നുണ്ട്, അത് അനിയേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിവാഹ നിശ്ചയത്തിൽ നിന്ന് പിന്മാറാന്ന് ഞാനിപ്പം പല അഭിയേട്ടനോടും പറഞ്ഞു. പക്ഷേ അഭിയേട്ടനും പറയുന്നത് വേണ്ട, ഈ വിവാഹ നിശ്ചയം നടക്കണം എന്നാ. പക്ഷെ ഞാൻ പറയട്ടെ, മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ തീരുമാനിച്ചല്ലേ, അതുകൊണ്ട് ഈ വീട്ടിലുള്ള ആരും അതിനെ എതിർക്കില്ല. പക്ഷേ അതിൽ നിന്ന് ഒഴിവാകാൻ ഞാനൊരു മാർഗം പറയട്ടെ അനിയന്. വിവാഹ നിശ്ചയം ഏതായാലും നടക്കട്ടെ. വിവാഹം ഉടനെ നടക്കില്ലല്ലോ, കാരണം അനാമിക ഡിവോഴ്സ് തരണ്ടേ. അതിനു മുമ്പ് ഞാൻ അങ്ങ് അയർലൻഡിലേക്ക് പോകും. പിന്നെ അവിടെ ആരെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്നും അനിയേട്ടനോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അങ്ങ് പറയാം. അങ്ങനെയാകുമ്പം ആ വിവാഹം മുടങ്ങിപ്പോവും. അനിയേട്ടന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം. പക്ഷേ ഈ നിശ്ചയം മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിച്ച, ഈ വീട്ടിലെല്ലാവരും ആഗ്രഹിച്ച, മുത്തശ്ശൻ എല്ലാവരോടും പറയുകയും ചെയ്ത, അതുകൊണ്ട് ഈ നിശ്ചയം നടക്കണം. അതിന് അനിയേട്ടൻ എതിർക്കരുത്. ഇത് അവന്തിക പറയുന്ന വാക്കാ. നിശ്ചയം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ അയർലൻഡിലേക്ക് തിരിച്ചു പോയിക്കോളാം. പിന്നെ നമ്മുടെ ബന്ധം നടക്കില്ല. ഇതൊരു വേഷം കെട്ട് മാത്രം, ഒരു നാടകം മാത്രം. അതുകൊണ്ട് അനിയേട്ടൻ വിവാഹ നിശ്ചയത്തിന് ഇറങ്ങാതിരിക്കരുത് എന്ന് പറയാണ്. അപ്പോൾ അനി ആലോചിക്കുക. അനി ചോദിക്കുന്നുണ്ട്, അല്ല, നിന്റെ മനസ്സിൽ എന്തോ കുടിലതയുണ്ട്, ഈ പറയുന്നൊക്കെ എനിക്ക് വിശ്വസിക്കാവോ അവന്തികയെന്ന് ചോദിക്കുക. അവന്തിക പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അനിയേട്ടന് വിശ്വസിക്കാം. അവന്തിക അങ്ങനെ പറ്റിക്കൊന്നുമില്ല, എനിക്ക് പക്വതയില്ലെന്നൊക്കെ അനിയേട്ടൻ പറഞ്ഞില്ലേ, പക്ഷേ എനിക്ക് നല്ല പക്വതയൊക്കെ ഉണ്ടെന്ന് പറയുക. അപ്പം അനിയും പറയാം, ശരി, അങ്ങനെയാണെങ്കിൽ വിവാഹ നിശ്ചയം തൽക്കാലം നടക്കട്ടെ. വിവാഹ നിശ്ചയത്തിന് ഞാൻ ഇറങ്ങാം, ഞാൻ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ഇവിടെ ആരുടെയും മനസ്സ് വിഷമിക്കുകയും വേണ്ട. പക്ഷേ ഈ വിവാഹം അത് നടക്കാൻ പോകുന്നില്ല. ഇനി നീ പോയാലും ശരി, പോയില്ലെങ്കിലും ശരി എന്നാ നീ പറയുക. അങ്ങനെ അവന്തിക കാര്യമൊക്കെ സാധിച്ചു. വിവാഹ നിശ്ചയം ഏകദേശമൊക്കെ ഓക്കെ ആക്കിയല്ലോ. അതിനൊക്കെ ശേഷം വീണ്ടും ആപിയും നാഗേന്ദ്രയും ഡേവിഡും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നാഗേന്ദ്ര ചോദിക്കുന്നുണ്ട് അബിയോട്, വിവാഹ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി അവിടെ? അനന്തപുരി എല്ലാം ഓടി പിടിപ്പിച്ചോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, അവിടെ നല്ല രീതിയിൽ ഒരുക്കങ്ങളൊക്കെ നടക്കുക. മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല താല്പര്യം അനിയെയും അവന്തികയും കൂടെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള കാര്യം. ആ ഭാഗത്തേക്ക് എന്നെ അമ്മയൊന്നും അടുപ്പിക്കുന്നില്ല. ഞങ്ങളൊക്കെ അവരുടെ ശത്രുക്കളല്ലേ. അവന്തികയെ അവർക്ക് നല്ല വിശ്വാസമാണെന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാ, അതാടാ എൻ്റെ മോളുടെ കഴിവ്. അവളെ എൻ്റെ ഒപ്പം നിന്നിട്ടും അവരെയെല്ലാം വിശ്വസിപ്പിച്ചില്ലേ, അവരുടെ ഒപ്പമാണെന്ന്. അവരുടെ എല്ലാം സ്നേഹം പിടിച്ച് പറ്റിയില്ലേ, വിശ്വാസം പിടിച്ച് പറ്റിയില്ലേ, നിന്നെ കൊണ്ട് അതിന് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ അബി പറയാം, എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ എന്നെക്കാളും വിളച്ചിൽ പിടിച്ചത് അവളെന്നുള്ള കാര്യം അച്ഛൻ സമ്മതിച്ചല്ലോ. ഞാനാണ് ഭൂലോക കുടായ്പെന്നല്ലേ നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയല്ലെന്ന് ഇപ്പം ബോധ്യമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ ചിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എടാ, വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അനി മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ മോളെ വിവാഹം കഴിക്കണമായിരുന്നു. അവൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അവളോട് ഈ വിവാഹത്തിന് സമ്മതിക്കാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പം കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞല്ലോ. ആദർശ് ആ ഭാഗത്തേക്ക് കയറി വന്നു. ആ കിളവൻ ആദർശിനെ സ്വീകരിക്കുമെന്നോ തിരിച്ചു വിളിക്കുമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചതല്ലോ. പക്ഷേ അതിൻ്റെ അകത്ത് ഇരുന്ന് ആദർശ കളിച്ചത്. അവനാ എന്നെ പൂട്ടിയത്. എൻ്റെ കളികളെല്ലാം തകർത്തത് അവനാ. അതുകൊണ്ട് അവനോട് എനിക്ക് നല്ല രീതിയിൽ ശത്രുതയുണ്ട്. അവനിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിട്ടിരിക്കുകയും ആ മാണ്ടനാനി ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാര്യം അനന്തമൂർത്തിയുടെ സ്വത്തുക്കളുടെ പകുതി അവകാശം എനിക്കുണ്ട്. അതെൻ്റെ മോൾക്ക് കൂടി കിട്ടിക്കോളും. പക്ഷെ അതല്ല, അവൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിട്ടിരിക്കണം. അനി MD ആയിട്ടിരുന്ന സമയത്ത് കമ്പനിക്ക് നല്ല ഉയർച്ചയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ക്രെഡിറ്റ് മുഴുവൻ ആദർശനെന്ന് എനിക്ക് തന്നെയാണ്. പക്ഷേ ആദർശ ആ സ്ഥാനത്തിരിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. എൻ്റെ മരുമോനാൻ പോകുന്ന അനി, അവൻ ആ സ്ഥാനത്തിരിക്കണം. വിവാഹ നിശ്ചയത്തിന് തൽക്കാലം ആദർശിരിക്കട്ടെ. പക്ഷേ ഈ വിവാഹം നടക്കുമ്പോൾ എൻ്റെ മോനായിരിക്കണം, മരുമോനായിരിക്കണം മൂർത്തീസ് ജ്വല്ലറിയുടെ MD. എൻ്റെ മോൾ വിവാഹം കഴിക്കാൻ പോകുന്നത് മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിരിക്കണം. നിങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ ചില സങ്കല്പങ്ങളൊക്കെ ഈ അച്ഛനുണ്ട് എന്ന് പറയാം.
അപ്പം അഭി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വെറുതെ സ്വപ്നം കാണാനേ ഉള്ളൂ. ആദർശിനെ മാത്രമേ ഉള്ളൂ എം ഡി സ്ഥാനത്ത് ഇരുത്തുള്ളൂ. ആദർശായിരിക്കും ആ സ്ഥാനത്ത് എന്നും ഇരിക്കുന്നത്. അതാണ് കീഴ്വഴക്കം. മുത്തശ്ശൻ അതങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഉടനെ നാഗേന്ദ്ര പറയാം, ആദർശം ഇല്ലാതായ പിന്നെ ആരായിരിക്കും ആ എം ഡി സ്ഥാനത്ത് ഇരിക്കുന്നത്? നീ ആയിരിക്കുമോ? അപ്പോഴേക്കും അഭി ചോദിക്കുക, അതെന്താ അച്ഛാ പറഞ്ഞേ? ആദർശം ഇല്ലാതായാലോ? ഏതായാലും ഞാനായിരിക്കില്ല, അനി തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താടാ കുഴപ്പം? ആദർശിനെ അങ്ങ് ഇല്ലാതാക്കിയാലോ? അവനെ പല ഭാഗത്ത് വെച്ച് കുടുക്കിയവനാ ഈ ഞാൻ. അവനന്ന് ദുബായിൽ പോയ സമയത്ത്, ഡീൽ ഉറപ്പിക്കാൻ പോയ സമയത്ത് അല്പനിമിഷത്തെ ഇതിനാണ് അവൻ ജയിലിൽ കിടക്കാതെ രക്ഷപ്പെട്ടത്. അതും ആ അനന്തമൂർത്തിയുടെ ബുദ്ധി കൊണ്ട്. അതുപോലൊരു കളി നമ്മൾ കളിച്ചാൽ ആദർശം അങ്ങ് ഇല്ലാതാവും. ആദർശം ഇല്ലാതായ പിന്നെ എം ഡി സ്ഥാനം അനിക്ക് തന്നെയല്ലേ? എം ഡി സ്ഥാനം മാത്രമോ? സകല അവകാശങ്ങളും ആ അനിക്ക് തന്നെയാണ്. പിന്നെ ആദർശിനെ ഇല്ലാതാക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം കൂടിയാണ്. കാരണം അവൻ എൻ്റെ നേരെ വല്ലാതെ അങ്ങ് കളിച്ചു. അവനെ വെറുതെ വിടാൻ ഈ നാഗേന്ദ്രൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അത് നല്ല ഐഡിയ, പക്ഷെ നടക്കണം, നടത്തും നമ്മൾ. ഈ നാഗേന്ദ്ര പലതും വെട്ടിപ്പിടിച്ചാടാ ഇവിടം വരെ എത്തിയത്. ഇനിയിപ്പം ഈ ആദർശിനെ ഇല്ലാതാക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞ് അഭി പറയുന്നുണ്ട് ഞാനും കൂടെ നിൽക്കാമെന്ന്. അങ്ങനെ ആദർശിനെ ഇല്ലാതാക്കാൻ നാഗേന്ദ്രയും അഭിയും കൂടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്